പാസഞ്ചർ ഓട്ടോയിലും യൂബർ ഓട്ടോയിലും നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ചരക്കുകൾ കയറ്റി പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് കളമശ്ശേരി കുസാറ്റ് സിഗ്നലിനോട് ചേർന്ന് നടക്കുന്ന ഓട്ടോ സ്റ്റാൻഡിൽ ഞാനിപ്പോൾ ഉള്ളത്. പാസഞ്ചറെ മാത്രം കയറ്റുന്ന ഓട്ടോകളിൽ ചരക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ കളമശ്ശേരി കുസാറ്റ് മെട്രോ സ്റ്റേഷനാണ് അല്ലേ? അതെ. ഇവിടെ ഈ പാസഞ്ചർ വണ്ടികളിലും അതുപോലെ തന്നെ യൂബർ ഓട്ടോ വിളിച്ചിട്ട് സാധനം ഈ കടകളിലെ സാധനങ്ങൾ കയറ്റുന്നു, അത് ശരിയാണ്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാസഞ്ചർ ഓട്ടോയില് ലോഡ് അലോഡ് അല്ല. ഓൾറെഡി അത് ഇപ്പൊ എന്താണെങ്കിലും യൂബർ ആണെങ്കിൽ ഒരിക്കലും ലോഡ് കയറ്റാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവർ കസ്റ്റമർ നമ്മളെ വിളിക്കുന്നത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. യാത്രക്ക് പോയി ആളെ പിക്ക് ചെയ്യുക, ആളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ പൈസ മേടിച്ചാണ്. അതായത് ലോഡ് കയറ്റാൻ നമുക്ക് അലോഡില്ല. അപ്പൊ ഈ കച്ചവടക്കാർ പല സ്ഥലങ്ങളിലും ഇതുപോലെ യൂബറെ ആശ്രയിച്ചുകൊണ്ട് ലോഡ് കയറ്റി വിടുന്നുണ്ട്. അതുപോലെ സാധാരണ ഓട്ടോ സ്റ്റാൻഡുകളിൽ നിന്നും വിളിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനെതിരെ എന്താ നിങ്ങളുടെ അഭിപ്രായം? അവരുടെ ആ തീരുമാനം അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവരൊരു ഓട്ടോ വിളിച്ച് ഗുഡ്സ് വണ്ടി ഓട്ടോ വിളിച്ച് ലോഡ് കയറ്റി വിട്ടാൽ 350 രൂപ 400 രൂപ കൊടുത്ത് ഇവര് യൂബർ വിളിച്ച് അതിൻ്റെ അകത്ത് സാധനം കയറ്റി വിട്ടാൽ 80 രൂപ 90 രൂപ കൊടുക്കും. അവർക്ക് അതിൻ്റെ അകത്ത് ലാഭം മാത്രമേ ഉള്ളൂ. ഇതിൽ ചരക്ക് സാധനം കൊണ്ടുപോകുമ്പോൾ അതില് ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഇല്ല, കടക്കാർക്ക് കിട്ടൂല. ഇതിനകത്ത് ലോഡ് കയറ്റാനേ പാടില്ല. പാസഞ്ചർ ഓട്ടോ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ മാത്രം കയറ്റാനോ. അവര് ഇവിടെ വന്നിട്ട് പാസഞ്ചർ ഓട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ലോഡ് കയറ്റാണ്. അതേപോലെ തന്നെ ഗ്യാസ് കുറ്റി കയറ്റാനായിട്ട് ഇവിടുന്ന് പറയണ പോലുമില്ല. വിളിച്ച് ഗ്യാസ് ഗോഡൌണിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് കുറ്റി കയറ്റാണ്. ഇത് ഇൻഷുറൻസും കിട്ടൂല, നിയമവിരുദ്ധമാണ് ഇവര് ചെയ്യണത്. പാസഞ്ചർ ഡ്രൈവറോട് നേരത്തെ പറഞ്ഞ് സാങ്ഷൻ മേടിക്കുന്ന ഒരു പരിപാടിയില്ല. ഇവിടുന്ന് വണ്ടി വിളിക്കുക സ്റ്റാൻഡിലേക്ക്, അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ലോഡ് കാണുന്നത്. ഇപ്പൊ ഓരോ ചാക്ക് ഹോൾസെയിൽ കടയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചാക്ക് അരി, ഒരു ചാക്ക് മൈദ, അത് പഞ്ചസാര, അങ്ങനെ ഒരുപാട് ലോഡുകൾ ഇതിൻ്റെ അകത്ത് കയറ്റാണ്. നമ്മളോട് പറയണ പോലുമില്ല. വണ്ടി വിളിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവര് ഈ ലോഡ് കയറ്റണം. അങ്ങനെ എന്തോരം വാക്കുകാർക്കും വഴക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നിരന്തരം. അത് നിരസിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് അവര് ഒരു പരാതി കൊടുത്തതിനാ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. വണ്ടി വിളിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞാണ് ഇവര് പരാതി കൊടുക്കണം. അതിൻ്റെ അകത്ത് ലോഡ് കയറ്റണം എന്നുള്ള ഒരു വാക്ക് അവര് പറയില്ല. പോലീസ് അതിനെ കുറിച്ചുള്ള പരിശോധന നടത്തണമില്ല. അവര് കടക്കാര് പറയുന്നതാണ് അവര് കേൾക്കുന്നുള്ളൂ. അല്ല, അവര് പരാതി കൊടുക്കണതാണ് അവര് കേൾക്കണത്. വണ്ടി വിളിച്ചിട്ട് പോണില്ല. ഒരു ഭാഗം മാത്രമേ അവർ കേൾക്കാൻ നിന്നിട്ടുള്ളൂ. നമ്മുടെ ഭാഗം അവർ ആരും കേൾക്കാൻ ആരെങ്കിലും ഒരു പരാതി പോലീസ് എഴുതി കൊടുത്താൽ അവരുടെ ഭാഗം മാത്രമേ കേൾക്കുള്ളൂ. നിങ്ങളുടെ പരാതി നമ്മ പ്രതിയായി. ഇതിന്റെ പ്രതികൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പല ഓട്ടോകളായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത്. നമ്മ പറയണത് വാദിക്കും പ്രതിക്കും പറയാനുള്ളത് കേൾക്കണം. കേട്ടിട്ട് അതിന് നല്ല തീരുമാനം എന്താന്ന് വെച്ചാൽ നല്ല തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമ്മള്. അപ്പൊ ഇതിന്റെ പിന്നിൽ സംഘർഷവും വാക്കുതർക്കം ഉണ്ടാകുന്നത് ഈ മറ്റുള്ള കടകളിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റുമ്പോഴാണ്. നിങ്ങൾ പറ്റില്ല എന്ന് പറയും, പിന്നെ അവര് തുടർന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല, ഇതാണ് പറയുന്നത് അല്ലേ? ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി അവിടുന്ന് ലോഡ് കയറ്റാനുള്ളതാണെന്നൊന്നും പറയാതെ വിളിച്ചുകൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലോഡ് കയറ്റണം. ഇതൊന്നും വയ്ക്കാതെയാണ് പോലീസിൽ അവർ എന്ന് പരാതി പറഞ്ഞത്. ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തു. ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യൂബർ വിളിച്ചിട്ട് ലോഡ് കയറ്റാൻ നമുക്കറിയില്ല. റാപ്പിഡോ ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 4 ചാക്ക് വണ്ടി കയറ്റിപ്പോ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാക്കർക്കുണ്ടാകാൻ കയ്യേറ്റം ശ്രമിക്കുകയും ചെയ്തു. അന്നേരം നമ്മുടെ സംയമനം കൊണ്ട് അധികം പ്രശ്നമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ നീക്കി പോകുന്നതാണ്. കടക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോർട്ടർ പോലുള്ള ആപ്പുകൾ ഉണ്ടായിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നിരവധി പ്രതിസന്ധികളാണ് ഓട്ടോ തൊഴിലാളികൾ അനുഭവിക്കുന്നത്. പല കാരണത്താലും സ്റ്റേഷനിൽ കയറി ഒരു ദിവസം വരെയും അവരുടെ സമയം നഷ്ടപ്പെടുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, അവരുടെ വേതനം നഷ്ടപ്പെടുന്നു. പരാതികൾ ലഭിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗം മാത്രം കേട്ട് ഓട്ടോ തൊഴിലാളികളെ പ്രതിയാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പല അനിഷ്ട സംഭവങ്ങളും യൂബറിൽ നിന്നും മറ്റു ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്.